ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഞങ്ങളെ കസിൻസ് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടെയാണ്. എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഒത്തുകൂടാന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ ഞങ്ങളവിടെ ഇറക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഞാനും ചേച്ചിയുടെ മോനും എൻ്റെ മോളും കൂടെ നടന്ന് പോവുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ആനേൻ്റെ സച്ചുവിനെ ആഷിനെയും കൊണ്ടാക്കിയിട്ട് തിരിച്ച് അടുത്ത 2-3 പേരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് 2 പേരും കൂടെ. ഇവിടെ കേക്ക്, ഹോം മെയ്ഡ് കേക്ക് അവൈലബിൾ ആണ്. ഇവിടുത്തെ ചേച്ചി ഉണ്ടാക്കുന്ന അൽഫീസ് ഹോം മെയ്ഡ് കേക്ക്, നല്ല അടിപൊളി കേക്കുകളാണ്. അങ്ങനെ നമ്മളെ സ്വീകരിച്ച് ചേച്ചി ഞങ്ങളവിടെ ഇട്ടുണ്ട്. ഈ ചേച്ചിയാണ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഫാഷൻ ഫ്രൂട്ട് ജ്യൂസൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി നമുക്ക് വേണ്ടി എടുത്തു വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എൻ്റെ ചേച്ചി വരാനുണ്ട്, ഇനി കുറച്ച് പേര് വരാനുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചേച്ചി ബാക്കിയുള്ളവർക്ക് വേണ്ടി ജ്യൂസൊക്കെ കൊണ്ടുവന്നു. എൻ്റെ അനിയൻ ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ടും വന്നു. സാരി ഉടുക്കുന്നു. സച്ചുവാണ് ബ്യൂട്ടീഷ്യൻ, ദ ബ്രൈഡ്. പയ്യൻ വന്നില്ലേ? അങ്ങനെ സച്ചിൻ്റെ തലയിൽ കിടന്ന ഷോൾ എടുത്ത് എനിക്ക് സാരി ഉടുക്കണം എന്ന് പറഞ്ഞാൽ ഉടുത്തൊക്കെ കൊടുത്തു. പിന്നെ ഓവർ ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറുകയാണ് അവൾ. പിന്നെ അവൾക്ക് അവിടെ നിന്ന് മാല ഇടണം, അങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അവളുടെ ഓരോരോ കോപ്രായങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കിനി. നോക്ക്, നിന്റെ അമ്മ കൊള്ളാമോ അച്ഛൻ കൊള്ളാമോ? അച്ഛനെ കൊള്ളാവോ? എന്ത് അച്ഛൻ എന്തെങ്കിലും വാങ്ങിച്ചു തരും നിനക്ക്? എന്ത് വാങ്ങിച്ചു തരും? അമ്മയാ? അപ്പോഴത്തേക്ക് നൗഫിയൊക്കെ വന്നു. ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുഴിമന്തി. ഇതുണ്ടാക്കിയതാണ്, ചേച്ചി ഉണ്ടാക്കിയതാണ്. എല്ലാം മയോണൈസ് ഹോം മെയ്ഡാണ് എല്ലാം. അങ്ങനെ നമ്മൾ 4 പേര് ഇരുന്ന് മുറിക്കകത്തുനിന്ന് കഴിക്കുകയാണ്. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എല്ലാരും കഴിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനി ആർക്കും അവിടെ നിന്ന് എണീക്കാൻ വയ്യ, മടിച്ച്. ഇനി എണീക്കണം. സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ചേച്ചി ബ്രൗണി ഉണ്ടാക്കിക്കൊണ്ടുവന്നു. പിന്നെ അത് കിട്ടിയത് പിന്നെ പെട്ടെന്ന് വെച്ചാൽ അത് കഴിക്കുകയാണ്. അത് എല്ലാവരും എടുത്തത് കഴിക്കുകയാണ്. അത് സൂപ്പർ. പിന്നെ ചേച്ചിക്ക് കേക്ക് ഉണ്ടാക്കുന്നതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ ഇപ്പൊ കാഷ്ണയ്ക്ക് ചോറ് വാരി കൊടുക്ക്. ഇവക്ക് വാരി കൊടുക്കും. വഴക്കൊടു വഴക്കൊടു. ദേഷ്യപ്പെട്. അങ്ങനെ അതും കഴിച്ചപ്പോൾ ചേച്ചി വീണ്ടും മാങ്ങ എറിഞ്ഞുകൊണ്ടുവന്നു. പിന്നെ അതും കഴിച്ച് എല്ലാരും ഒരെണ്ണേ കഴിച്ചോളൂ.
ഓ നമ്മൾ 10 കിലോ മാങ്ങ കഴിച്ചു. റംബൂട്ടാൻ, മഞ്ഞ റംബൂട്ടാൻ. കൊറോണ, പണ്ട് ഞാൻ പറയും കൊറോണയാണ്. പിന്നെ ചേച്ചി ഡ്രീം കേക്ക് ഉണ്ടാക്കി. അതെൻ്റെ അനിയൻ പണ്ട് ഉണ്ടാക്കുന്നൊക്കെയാണ് പറയണത്, അറിയില്ല. അതുണ്ടാക്കി. അത് കഴിക്കാനുള്ളൊരു ത്വര ഇങ്ങനെയായിരിക്കും. മുറിച്ച് കേക്ക് മുറിക്കണമെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും കഴിക്കണം എന്ന് ചിന്ത മാത്രം. മുറിച്ചുകൊണ്ട് ഞാൻ കത്തി അങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ ആദ്യം തന്നെ സ്പൂൺ കൊണ്ട് അങ്ങെടുത്ത് കഴിച്ചു. ഒരു രക്ഷയില്ല, അടിപൊളി കേക്ക്. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കൊയ്യുണ്ടെന്ന്. ഈ കൊരങ്ങൻ എപ്പോഴും നുണേ പറയൂ. എടി മൂദേവി, ഞാൻ കൊരങ്ങനല്ലടി, ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുമെന്നറിയോ? കണ്ടോ, വലിയ പണക്കാരാണെന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ ഭയങ്കരം തന്നെ. ആ കേക്ക് നേരെ ഞങ്ങൾ മുറി കൊണ്ടുവന്നു. ഞങ്ങളെല്ലാവരും മുറി ഇരുന്നുകൊണ്ട് നേരെ മുറി കൊണ്ടുവന്നു. പക്ഷെ മുറി കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് എല്ലാവരും നേരെ ഞങ്ങൾ മുറി വന്നു. പിന്നെ ഈ കേക്ക് ഏതൊക്കെ വഴി കൂടെ പോയെന്ന് അറിയത്തില്ല, എപ്പം തീർന്നെന്ന് പോലും അറിയത്തില്ല. ചാച്ചി ഋതുക്കുട്ടിനും കൂടെ സ്പൂണ് കിട്ടാത്തതുകൊണ്ട് അവർ കൈയുണ്ടൊക്കെയാണ് വാരിയെടുത്ത് കഴിക്കുന്നത്. അങ്ങനെ അതും കഴിച്ചിരുന്നപ്പോൾ ചേച്ചി അടുത്ത ചായയും കൊണ്ടുവരുന്നു. അങ്ങനെ ചായയും കുടിച്ചു. ചായ കുടിക്കണം, ചായ എന്ത് കഴിച്ചാലും എനിക്ക് ചായ മസ്റ്റാണ്. ചായയും പലഹാരം കഴിച്ചു. അപ്പം ഉഴുന്ന് വഴിയാണ് ഞാൻ എടുത്തത്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് ഫുള്ളും ഫുഡായിരുന്നു. അയ്യോ, പിന്നെ ഫുഡ് കഴിച്ച് ഇന്ന് വയ്യ. ഭയങ്കര ഓവർ ഫുഡായിരുന്നു കഴിച്ചത്. എന്നൊക്കെ ഞാൻ ഷുഗർ കട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നു, അന്നൊക്കെ ഇനിപ്പുകളായിരിക്കും കഴിക്കുന്നത് ഞാൻ അധികം. അങ്ങനെ അവരവിടെ നിറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞതും ഞങ്ങളും അവിടെ നിറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യേണ്ടതാണ്.